ആഗോള വിപണിയിൽ സാന്നിധ്യം വികസിപ്പിക്കാനൊരുങ്ങി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖല. നിലവിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്താണ്, മൂല്യാടിസ്ഥാനത്തിൽ 11-ാമത്തെയും. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ചേർന്ന് ന്യായമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ദാതാവായി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമത്തിലാണ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ്. ആഭ്യന്തര ആഗോള വിപണികൾക്കായി ഉയർന്ന നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ മരുന്നുകൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം ഇന്ന് നിർണായക പങ്കുവഹിക്കുന്നു. ബ്രാൻഡഡ് ജനറിക് മരുന്നുകളിലെ ആധിപത്യം, മത്സരാധിഷ്ഠിത വില നിർണ്ണയം, തദ്ദേശീയ ബ്രാൻഡുകളുടെ ശക്തമായ ശൃംഖല എന്നീ ഘടകങ്ങൾ ആഗോള വിപണിയിലെ ഇന്ത്യൻ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നു. താങ്ങാവുന്ന വില നിർണ്ണയം, ഗവേഷണം, നൂതന ആശയങ്ങൾ തുടങ്ങിയ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന സമയോചിത ഇടപെടലും ഈ രംഗത്ത് ശ്രദ്ധേയമായ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. ആഗോളതലത്തിൽ ന്യായമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ഏറ്റവും വലിയ ദാതാവായി ഇന്ത്യയെ മാറ്റുക എന്ന ദർശനത്തോടെയാണ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ. ഇന്ത്യൻ ഔഷധ വ്യവസായം ലോകത്തിലെ 3-ാമത്തെ വലിയ വ്യവസായവും മൂല്യത്തിന്റെ കാര്യത്തിൽ 11-ാമത്തെ വലിയ വ്യവസായവുമാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ആകെ വാർഷിക വിറ്റുവരവ് 4,17,345 കോടി രൂപ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനറിക് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഇന്ത്യയാണ്. ആഗോള വിതരണത്തിന്റെ 20% ഇന്ത്യയുടെ വിഹിതം. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാക്സിനുകൾ നൽകുന്ന രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 6 മുതൽ 7 വർഷമായി ഇന്ത്യ യൂണിസെഫിന്റെ ഏറ്റവും വലിയ വാക്സിൻ വിതരണക്കാരനാണ്. യൂണിസെഫിന്റെ മൊത്തം സംഭരണത്തിന്റെ 55% മുതൽ 60% വരെ സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണ്. കൂടാതെ DPT, BCG, മീസിൽസ് വാക്സിനുകൾക്കായുള്ള WHO ഡിമാൻഡുകളുടെ യഥാക്രമം 99%, 52%, 45% ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ മറ്റൊരു സുപ്രധാന ഘടകമാണ് മെഡിക്കൽ ഉപകരണ മേഖല. എല്ലാ മെഡിക്കൽ അവസ്ഥകളുടെയും വൈകല്യങ്ങളുടെയും പ്രതിരോധം, രോഗനിർണയം, ചികിത്സ, മാനേജ്മെന്റ് എന്നിവ ഉൾപ്പെടുന്ന ബഹുമുഖ മേഖലയാണ് മെഡിക്കൽ ഉപകരണ മേഖല. ആഗോള മെഡിക്കൽ ഉപകരണ വ്യവസായത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണികളിലൊന്നാണ് ഇന്ത്യ. ജപ്പാൻ, ചൈന, ദക്ഷിണ കൊറിയ എന്നിവയ്ക്ക് ശേഷം ഏഷ്യയിലെ 4-ാമത്തെ വലിയ മെഡിക്കൽ ഉപകരണ വിപണിയായ ഇന്ത്യ മികച്ച 20 ആഗോള വിപണികളിൽ ഒന്നാണ്. നിലവിൽ വെന്റിലേറ്ററുകൾ, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ, സർജിക്കൽ ഗ്ലൗസുകൾ, കൊറോണറി സ്റ്റെന്റുകൾ, റേഡിയോ ഇമേജിംഗ് ഉപകരണങ്ങൾ, ബോഡി ഇംപ്ലാന്റുകൾ എന്നിവ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ മെഡിക്കൽ ഉപകരണങ്ങൾ, ഇംപ്ലാന്റുകൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണം ഉൾപ്പെടുന്ന മെഡിക്കൽ ഉപകരണ വ്യവസായത്തിന്റെ നിരവധി വിഭാഗങ്ങൾ ഉയർന്ന മൂലധനം ആവശ്യമുള്ളവയാണ്. വിദേശ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖല ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന മികച്ച 10 മേഖലകളിൽ ഒന്നാണിത്. രാജ്യവ്യാപകമായി മൊത്തം FDI ഒഴുക്കിന്റെ 78% ലഭിച്ചത് ഈ മേഖലയ്ക്കാണ്. ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന്റെ കണക്കനുസരിച്ച് 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ ഉപകരണ മേഖലയിലേക്ക് 11,888 കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ലഭിച്ചു. ഉൽപാദനം ആരംഭിക്കുന്നതിന് നിലവിലുള്ള സൗകര്യങ്ങൾ ഏറ്റെടുക്കുകയോ പാട്ടത്തിനെടുക്കുകയോ ചെയ്യുന്ന സംവിധാനമായ പദ്ധതികൾക്കായി 2024-25 സാമ്പത്തിക വർഷത്തിൽ 7,246.40 കോടി വിലമതിക്കുന്ന 13 FDI നിർദ്ദേശങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് അംഗീകരിച്ചു. ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുക, ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം. 2020 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ PLA പദ്ധതി ആത്മനിർഭർ ഭാരതിന്റെയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെയും കാഴ്ചപ്പാട് സമന്വയിപ്പിച്ച് ഉത്പാദന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ആഗോള മത്സരക്ഷമത മെച്ചപ്പെടുത്താനും കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിൽ കീ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ്, ഡ്രഗ് ഇന്റർമീഡിയറ്റുകൾ, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്നിവയിലുള്ള ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ ഉൽപാദന അടിത്തറ ശക്തിപ്പെടുത്താനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു.
ഉത്പാദനവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇത് ആഭ്യന്തര കഴിവുകളും ആഗോള മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന് കീഴിൽ 3 PLI പദ്ധതികളാണ് നിലവിലുള്ളത്. ഫാർമസ്യൂട്ടിക്കൽസിനായുള്ള PLI പദ്ധതി, നിർണായകമായ KSM, DI, APIകളുടെ ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള PLI പദ്ധതി, മെഡിക്കൽ ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള PLI പദ്ധതി, ഔഷധങ്ങൾക്ക് 15,000 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ ആരംഭിച്ച ഈ പദ്ധതി സങ്കീർണമായ ജനറിക്സ്, ബയോഫാർമസ്യൂട്ടിക്കൽസ്, ക്യാൻസർ വിരുദ്ധ മരുന്നുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പദ്ധതിയുടെ ശ്രദ്ധേയമായ ഫലങ്ങളിലൊന്ന് അതിന്റെ പ്രാരംഭ നിക്ഷേപ ലക്ഷ്യം കവിഞ്ഞതാണ്. പ്രാരംഭ പ്രതിബദ്ധത 3,938.57 കോടി രൂപയായിരുന്നുവെങ്കിലും 2024 അവസാനത്തോടെ യഥാർത്ഥ നിക്ഷേപം 4,253.92 കോടി രൂപയിലെത്തി. ബൾക്ക് ഡ്രഗ്സിനായുള്ള PLI സ്കീമിന് കീഴിൽ ആകെ 48 പ്രോജക്റ്റുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ 2024 ഡിസംബർ വരെ 34 പ്രോജക്റ്റുകൾ കമ്മീഷൻ ചെയ്തു. ആന്ധ്രാപ്രദേശിലെ പെൻസിലിൻ G യൂണിറ്റ്, ഹിമാചൽ പ്രദേശിലെ ക്ലാവുലാനിക് ആസിഡ് സൗകര്യം തുടങ്ങിയ പദ്ധതികൾ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന സംരംഭങ്ങളാണ്. ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ആഭ്യന്തര നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നതിനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമാണ് മെഡിക്കൽ ഉപകരണങ്ങൾക്കായുള്ള PLI സ്കീം ആരംഭിച്ചത്. റേഡിയോളജി, ഇമേജിംഗ്, ക്യാൻസർ കെയർ, ഇംപ്ലാന്റുകൾ തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളിലെ നിർമ്മാതാക്കൾക്ക് ഈ സ്കീം സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകുന്നു. ആകെ 3,420 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ 2020-21 സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ കാലയളവ് 2027-28 വരെയാണ്. പദ്ധതി പ്രകാരം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതും പദ്ധതി പരിധിയിൽ ഉൾപ്പെടുന്നതുമായ മെഡിക്കൽ ഉപകരണങ്ങളുടെ വർദ്ധിച്ച വിൽപ്പനയുടെ 5% നിരക്കിൽ തിരഞ്ഞെടുത്ത കമ്പനികൾക്ക് 5 വർഷത്തേക്ക് സാമ്പത്തിക പ്രോത്സാഹനം നൽകുന്നു. 2020 മാർച്ചിൽ അംഗീകരിച്ച ബൾക്ക് ഡ്രഗ് പാർക്കുകൾ പ്രോത്സാഹിപ്പിക്കൽ പദ്ധതി ഈ മേഖലയിലെ മറ്റൊരു പ്രധാന സംരംഭമാണ്. ലോകോത്തര പൊതു അടിസ്ഥാന സൗകര്യങ്ങളുള്ള പാർക്കുകൾ സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രോജക്റ്റിന് ഈ പദ്ധതി പ്രകാരം അംഗീകാരം ലഭിച്ചു. ഒരു പാർക്കിന് 1000 കോടി അല്ലെങ്കിൽ പദ്ധതി ചെലവിന്റെ 70% എന്ന പരിധിയിലാണ് സാമ്പത്തിക സഹായം. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ ലഭ്യത ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2025 ഏപ്രിൽ 8 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളം ആകെ 15,479 ജനൌഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ മൗറീഷ്യസിൽ ആദ്യത്തെ വിദേശ ജനൌഷധി കേന്ദ്രം ഇന്ത്യ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. ഇത് താങ്ങാനാവുന്ന വിലയിൽ മരുന്നുകൾ നൽകുന്നതിനുള്ള ഇന്ത്യയുടെ സംരംഭത്തിന്റെ ഗണ്യമായ വികാസത്തെ അടയാളപ്പെടുത്തുന്നു.